എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ഔഷധ ഗുണമുള്ള ഒരു ചീരത്തോരനാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ചായ മനസ്സച്ചീരയാണ്. ഇതിൽ ധാരാളം ഇലകളുണ്ടായിട്ടുണ്ട്. അടുത്ത ദിവസം പറിച്ച് തോരൻ ഉണ്ടാക്കാം. ഇതാണ് പൊന്നാങ്കണ്ണി ചീര, വേറൊരു തൈയാണിത്. ഇത് പറിച്ചെടുത്ത് അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് അരമണിക്കൂർ മുക്കി വയ്ക്കാം. വല്ല പ്രാണികളൊക്കെ ഉണ്ടെങ്കിൽ പോകുന്നതിന് വേണ്ടിയിട്ടാണ്. ചീര എല്ലാം കഴുകിയെടുത്തു. ഒരു ചുമപ്പ് കലർന്ന പച്ച നിറമാണ് ഈ പൊന്നാങ്കണ്ണി ചീരയ്ക്ക്. ഇതിൻ്റെ തണ്ടിൽ ഓരോ മുട്ടിലും വേരുകളുണ്ട്. നട്ടുപിടിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. ഇതിൻ്റെ തളിര് കൂമ്പും ഇലയും നുള്ളിയെടുത്ത് തോരനും കറിയും ഒക്കെ ഉണ്ടാക്കാം. പരിപ്പ് ചേർത്ത് കറി ഉണ്ടാക്കാം. ഇലയെല്ലാം നുള്ളിയെടുത്തു. ഇനി ഈ തണ്ടെല്ലാം നമുക്ക് നട്ടു കൊടുക്കാം. പൊന്നാങ്കണ്ണി ചീര 3-4 സ്ഥലത്ത് ഞാൻ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഒരു 2 ആഴ്ച കഴിയുമ്പോൾ നമുക്കത് നുള്ളിയെടുത്ത് തോരൻ ഉണ്ടാക്കാം. തോരന് വേണ്ട അരപ്പ് റെഡിയാക്കാം. ഒരു മുറിയുടെ പകുതി തേങ്ങ, ഒരു പച്ചമുളക്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ നല്ല ജീരകം, 1/2 ടീസ്പൂൺ മുളക് പൊടി, 2 ചുമന്നുള്ളി, 2 അല്ലി വെളുത്തുള്ളി, ഇതെല്ലാം കൂടെ ഒന്ന് ഒതുക്കിയെടുത്തു. ഓയിൽ ചൂടാവുമ്പോൾ 2 ചുമന്നുള്ളിയും 2 വെളുത്തുള്ളിയും ചേർത്തു. ഒരു 2 കറിവേപ്പിലയും ഒരു ചെറിയ സവാളയും കൂടെ ചേർത്തു ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് അരിഞ്ഞു വെച്ച പൊന്നാങ്കണ്ണി ചീര ചേർത്ത് കൊടുക്കാം. 10 മിനിറ്റ് മതി ഇത് റെഡിയാക്കാൻ. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തു. പോഷകഗുണങ്ങളൊക്കെ പോകാതിരിക്കാനായിട്ട് ഒന്ന് മൂടി വെക്കാം. ലോ ഫ്ലെയിമിലിട്ട് വേവിക്കണം. ചീര വെന്ത് കഴിഞ്ഞ് നമുക്ക് ഒതുക്കി വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. ഈ ചീരയിൽ അല്പം ജലാംശം കൂടുതലുണ്ട്, അതുകൊണ്ടൊന്ന് തുറന്ന് വയ്ക്കാം. ഇനി എൻ്റെ നടുവിലേക്കായിട്ടൊരു 2 ടേബിൾ സ്പൂൺ സാമ്പാർ പരിപ്പ് വേവിച്ച് ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം ഒരു മുട്ട ചേർത്ത് ചിക്കി കുട്ടികൾക്ക് മുട്ടത്തോരൻ ഉണ്ടാക്കി കൊടുക്കാം. ഒന്ന് മൂടി വെക്കാം. കാഴ്ചശക്തിക്കും മുടി വളരുന്നതിനൊക്കെ വളരെ നല്ലതാണ്. ചീരകളിൽ ഏറ്റവും പൊന്നായ പൊന്നാങ്കണ്ണി ചീരയാണിത്. ചീരത്തോരൻ ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ഊണ് വിളമ്പാം. ചമ്മന്തിപ്പൊടിയും കൊണ്ടാട്ടം മുളകും പപ്പടവും മുതിര ഉപ്പേരിയും തോരനും കൂടെ ചിക്കൻ കറിയും മോര് കറിയും എല്ലാം കൂട്ടി ഊണ് കഴിക്കാം. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണേ. പൊന്നാങ്കണ്ണി ചീര ഇല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു തണ്ട് കൊണ്ടൊന്ന് നട്ടുപിടിപ്പിക്കാൻ നോക്കണം. വളരെ ഔഷധ ഗുണമുള്ളതാണ്. പൊന്നാങ്കണ്ണി ചീരയിൽ ധാരാളം വൈറ്റമിൻ എ ഉണ്ട്. എന്തായാലും നമ്മുടെ വീടുകളിലൊരു തണ്ട് കൊണ്ട് നട്ടുപിടിപ്പിക്കണം. പിന്നെ അതിൽ നിന്ന് തന്നെ നമുക്ക് തൈകൾ ഉണ്ടാക്കി നടാവുന്നതാണ്. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.